അതെ. ഇപ്പം ഇന്ന് രാവിലെ എന്നെ ഒരു പ്ലെയർ വിളിച്ചു, ജാലി കോച്ച് ഞാൻ പ്രീ സീസൺ ക്യാമ്പിൽ ഉണ്ടാവില്ല, ഞാൻ ഒരു ടീമിൽ സൈൻ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു ഏതാ ടീം? സൂപ്പർ ലീഗ് കേരളയിലാണ്. ഞാൻ പറഞ്ഞു നീ ആ ലീഗ് കളിക്കാൻ റെഡി ആയോ? ആയിട്ടില്ല, പക്ഷെ വലിയ ഓഫറാണ് തന്നുള്ളത്. കാരണം ആ പ്ലെയർ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആ പ്ലെയറുടെ കളിയിലുള്ള മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടി പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിന്നൊരു പ്ലെയറെ നിങ്ങൾ സൈൻ ചെയ്യിക്കണം. അപ്പം നിങ്ങൾ ആ പ്ലെയറെ പഠിച്ചിട്ടില്ല. സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുക പറഞ്ഞാൽ അത്യാവശ്യം ISL നിലവാരത്തിന് അടുത്ത് നിൽക്കണം സൂപ്പർ ലീഗ് കേരള. പേരിന്റെ അടുത്ത് നിൽക്കണമെങ്കിൽ അത് നിലവാരം അതിന്റെ അടുത്ത് നിൽക്കണം, കാരണം ലെവലായിട്ട് നിൽക്കണം. ടോപ്പ് ക്ലാസ് കോച്ചുമാരാണ് കോച്ച് ചെയ്യുന്നത്. ചെന്നൈയിൻ FC കോച്ചുമാരെ പോലത്തെ പഴയ കോച്ചുമാരും പ്രബലര കോച്ചുമാരാണ്. അപ്പൊ എവിടെയാണ് നിങ്ങൾ പ്ലേയേഴ്സിനെ എവിടെയാണ് ചൂസ് ചെയ്യുന്നത്? ഇത് വലിയൊരു കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അതിലും പിന്നെ നമ്മുടെ പ്രാദേശിക പ്ലേയേഴ്സിന് നല്ല ഫോക്കസ് കിട്ടും വേണം. കാരണം ഇത് നമ്മൾ പറയുമ്പോഴേ ഈ നമ്മൾ ISL നമ്മൾ എടുത്ത് നേരെ സ്ട്രൈറ്റ് ഗോൾ കീപ്പർ കഴിഞ്ഞാൽ സെൻറ്റർ ബാക്ക്, ഹോൾഡ് മിഡ്ഫീൽഡ്, നമ്പർ 10, ഈ ലൈൻ മൊത്തം വിദേശ താരങ്ങളാണ് മെജോറിറ്റി. ഒരു ISL താരം എന്നോട് പറഞ്ഞുള്ളത്, ബോൾ എടുത്താൽ പെട്ടെന്ന് വിദേശ താരത്തിന് കൊടുത്തോ, നീ ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞുള്ളത്. ഒരു വളരെ പ്രമുഖനായ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ മാച്ചുകൾ കളിച്ചൊരു പ്ലെയർ എന്നോട് പറഞ്ഞ കാര്യമാണ്. നീ ക്രിയേറ്റീവ് ആയും ചെയ്യണ്ട, നീ അയാൾക്ക് കൊടുത്തോ. എവിടെയാണ് നമ്മുടെ പ്ലേയേഴ്സ് രക്ഷപ്പെടുക?